അവരെ കണ്ടപ്പോൾ തന്നെ ആ ക്യാരക്ടറിന് മാച്ചാവുമെന്ന് തോന്നിയിട്ട് അവരെ കാസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇനി ലീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ കുട്ടി എന്നോട് പറഞ്ഞു, സാർ ഞാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചോ എന്ന് വെച്ചാൽ ഉറപ്പിച്ചു. ഇനി മാറ്റില്ലല്ലോ എന്ന്. മാറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് മമ്മൂക്കയുടെ തന്നെ ഓപ്പോസിറ്റ് നായികയായിട്ട് സെലക്ട് ചെയ്തത് തന്നെയായിരുന്നു. എനിക്ക് ആ സമയത്താണ് എമിറേറ്റ്സിൽ ജോലി കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് എനിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ആ ജോലി അപ്പോൾ സ്വീകരിക്കണമായിരുന്നു. അത് പറഞ്ഞാൽ എന്ത് തരത്തിലാണ് നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യാമെന്ന് പേടിച്ചിട്ടാണ് ആരോടും മിണ്ടാതെ ആ ഫോൺ നമ്പറും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ദുബായിക്ക് പോയത്. ആ ആളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ തന്നെയാണോ പുതിയ പടത്തിലെ നായിക എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ സിനിമയിൽ അപ്പോൾ ഒരു ചരിത്ര നിയോഗം പൂർത്തിയാണ്. മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിക്കണം എന്നുള്ളത് അവരുടെ വിധിയിലുണ്ടായിരുന്നു. അതും ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തന്നെ വേണമെന്നായിരിക്കും ചിലപ്പോൾ അവരുടെ വിധി. അങ്ങനെ ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് ആദ്യം ഫിക്സ് ചെയ്ത, പിന്നെ കാണാതെ പോയ പെൺകുട്ടിയാണ് പിന്നീട് ഇമ്മാനുവലിൽ നായികയായിട്ട് വന്ന റിനു മാത്യൂസ്.